ഹലോ, വെൽക്കം ടു തെരേസൻ അക്കാഡമി ഗുരുകുലം ക്യാമ്പസ്. നമ്മുടെ തെരേസൻ അക്കാഡമിയുടെ കോർ ആയിട്ടുള്ള B1 റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയിട്ടുള്ള ഗുരുകുലത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഗുരുകുലം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ജർമ്മൻ ഭാഷയുടെ 4 ലെവലുകളായിട്ടുള്ള A1, A2, B1, B2ലെ മൂന്നാമത്തെ ലെവലായിട്ടുള്ള B1 നമ്മൾ കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ആയിട്ടാണ് കുട്ടികൾക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് ദ ബെസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗുരുകുല എന്ന കൺസെപ്റ്റ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ 24 hours കുട്ടികൾക്കായി ടീച്ചേഴ്സിന്റെ ഒരു അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അത് എത്രത്തോളം യൂസ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ 24 hours ജർമ്മൻ മാത്രമേ സംസാരിക്കാവൂ എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ B1 ലെവലിൽ അവരുടെ ലാംഗ്വേജ് എത്രത്തോളം ഇംപ്രൂവ് ചെയ്ത് B2 ലെവലിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് തെരേസൻ അക്കാഡമിയുടെ ഗോൾ. പഠിത്തത്തോടൊപ്പം തന്നെ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇതൊരു സ്റ്റേ ആൻഡ് സ്റ്റഡി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അവരുടെ റിഫ്രഷ്മെന്റിനായിട്ട് അവർക്കായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്സ് അതോടൊപ്പം തന്നെ അതർ ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു പ്ലാൻ ആയിരുന്നു കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ. അതിന്ന് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളോടൊപ്പം ഇപ്പൊ നമ്മുടെ തെരേസൻ അക്കാഡമിയുടെ ഡയറക്ടർ സാർ ഉണ്ട്. സാർ, ഇന്ന് നമ്മളെ സംബന്ധിച്ചുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. എന്താണ് സാറിന് പറയാനുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ B1 ഒരു ഫുള്ളി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ആകുമ്പോൾ കുട്ടികൾക്ക് ഇവിടെ വന്ന് ഒരു മാസം 45 days താമസിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം അവർ വീട്ടിൽ പോകുന്നില്ല, കുറച്ച് ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കാനും അതേപോലെ വോളിബോളും അതേപോലെ തന്നെ ബാഡ്മിൻ്റൺ കളിക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂള് നമ്മുടെ വളരെയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് നാളെടുത്തു അത് റെഡിയാകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന കുട്ടികൾ അവർക്ക് വളരെ ആഹ്ലാദപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു സ്വിമ്മിംഗ് പൂള് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഇനാഗ്രേഷൻ ഇന്ന് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അപ്പം ഇവിടെ വരുന്ന കുട്ടികൾക്ക് നമുക്ക് ഉറപ്പായിട്ട് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ജർമ്മൻ ഫുള്ളി പറയണം. അതേപോലെ തന്നെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അവർ ഓവറോൾ പെർസ്പെക്റ്റീവ് എന്ന് പറയില്ല, അല്ലെങ്കിൽ ഓവറോൾ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ചെയ്യാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തെരേസൻ അക്കാഡമി നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയിട്ടുള്ള ഗുരുകുലത്തിൽ ഇന്ന് സ്വിമ്മിംഗ് പൂള് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ എന്റർടൈൻമെന്റ് അപ്പുറത്തേക്ക് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പൂള് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ഇൻസ്ട്രക്ടേഴ്സിനെ വെച്ചിട്ടുണ്ട്, ഫീമെയിൽ ഇൻസ്ട്രക്ടർ ആൻഡ് മെയിൽ ഇൻസ്ട്രക്ടർ. അപ്പൊ നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. സർ, എങ്ങനെയാണ് ഇവർക്കുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? രാവിലെ നമ്മൾ ആൺകുട്ടികൾക്കും ഉച്ച കഴിഞ്ഞ് ഗേൾസിനുമായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗേൾസിന് നമുക്ക് ലേഡി ഇൻസ്ട്രക്ടർ ഉണ്ട്, ബോയ്സിനും ഉണ്ട്. അപ്പോൾ കുട്ടികളെ രാവിലെ പൂളിൽ ഇറങ്ങാൻ വേണ്ട എല്ലാ ബേസിക് സ്വിമ്മിങ്ങിൻ്റെ എല്ലാ ബേസിക് പറഞ്ഞു കൊടുത്തിട്ടാണ് പിള്ളേരെ ഇറക്കിയിരിക്കുന്നത്. പിന്നെ നല്ല സേഫ്റ്റിയുള്ള പൂളാണ്. അതിനൊരു സേഫ്റ്റി എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മുടെ ഇവിടെ ഉണ്ട്, നിലവിലുണ്ട്. പിന്നെ ഈ കുട്ടികളെ പഠനം മാത്രമല്ല, ഒരു അവരുടെ സ്കില്ലും എല്ലാം, ഒരു മോട്ടിവേഷനും എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റിനും വേണ്ടിയിട്ടാണ് ഈ സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു മുന്നേറ്റമാട്ടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.